ഗുരുവായൂരപ്പ ശരണം. ശ്രീ തരമംഗലത്തത്തേവരേ ശരണം. ശ്രീ ദക്ഷിണാമൂർത്തി ശരണം. സദ്ഗുരുഭ്യോ നമ. ഭക്തേഭ്യോ നമ. ശ്രീ ഗുരുവായൂരപ്പ. ശ്രീമദ് നാരായണീയം 25-ാമത്തെ ദശകം നരസിംഹാവതാരം പറയണു. ഹിരണ്യകശിപു തൻ്റെ പുത്രനായിട്ടുള്ള പ്രഹ്ലാദനെ ശത്രുഭാവത്തിൽ കാണുന്നു. വിഷ്ണു രക്ഷകനാണ് എന്ന് പറഞ്ഞ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള പുത്രനായിട്ടുള്ള പ്രഹ്ലാദനെ ഇത്രയും വിദ്വേഷത്തോടു കൂടിയിട്ട് ആ ഹിരണ്യകശിപുവിനെ വധിക്കാൻ തയ്യാറാവേണ്ടി വന്നത്. നമ്മുടെ ചിന്തകൾക്ക് എപ്പോഴാണോ ഈ മാലിന്യം വരുന്നത്, അപ്പോൾ പ്രവർത്തനങ്ങളിലും അതേ ദോഷം സംഭവിക്കും. അത് സംഭവിക്കാതിരിക്കാൻ എല്ലാവർക്കും ഈ നരസിംഹാവതാര കഥ പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രീ ഗുരുവായൂരപ്പ ശരണം. നാരായണ. ഓം. ദശകം 25 ശ്ലോകം 1. ഓം. സ്തംഭേ ഘട്ടയതോ ഹിരണ്യകശിപോ കർണൗ സമാചൂർണയൻ ആഘൂർണജഗദണ്ഡകുണ്ഡകുഹരോ ഘോരസ്തവാഭൂദ്രവ ശ്രുത്വായം കില ദൈത്യരാജഹൃദയേ പൂർവം കദാപ്യശ്രുതം കമ്പഃ കശ്ചന സംപപാദചലിതോപ്യംഭോജഭൂർവിഷ്ടരാത്. സ്തംഭേ, തളത്തിൽ ഹിരണ്യകശിപു ആയുധം വാള് പിടിച്ചുകൊണ്ട് പ്രഹ്ലാദനോട് ചോദിക്കുകയാണ്, നിന്റെ ബലം എന്താണ്? എൻ്റെ ബലമല്ല അച്ഛാ, എൻ്റെ ബലവും അതെ, അങ്ങയുടെ ബലവും അതെ, ഈ ലോകത്തിൻ്റെ ബലവും അതെ, അത് വിഷ്ണുവാണ് എന്ന് പറഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റിയില്ല. എല്ലാ ദിക്കിലും ഉണ്ടെന്നും കൂടി പറഞ്ഞപ്പോൾ എവിടെയാണ് ഉള്ളതെന്നാണ് ചോദിച്ചത്. അപ്പോൾ എല്ലാ ദിക്കിലും ഉണ്ടെന്ന് പറഞ്ഞു, സർവത്ര. സഹിക്കാൻ പറ്റിയില്ല. ഹിരണ്യകശിപു തളത്തിലങ്ങോട്ട് ഇറങ്ങി അവിടെ തൂണ് നിൽക്കുന്നുണ്ട്. ആ തൂണിൽ ഘട്ടയത, ഘട്ടനം ചെയ്യുന്ന, ഘട്ടനം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് പ്രഹരിക്കുക, അത്യധികം ശക്തിയോട് കൂടിയിട്ടുള്ള താടനം, അത് ഹാമറിങ് തന്നെയാണ്. അപ്പം അങ്ങനെ ഒരു ഹാമറിങ്, ആ ഘട്ടനം കൊണ്ട് ഹിരണ്യകശിപോഹോ കർണവും, ഹിരണ്യകശിപുവിൻ്റെ ഈ 2 ചെവികളെയും സമാചൂർണയൻ, പൊടിയാക്കുന്ന രീതിയിലുള്ള സമാചൂർണയൻ ആഘൂർണ ജഗദണ്ഡ കുണ്ഡ കുഹര, ബ്രഹ്മാണ്ഡ അതിൻ്റെ ഉള്ളിൽ മുഴുവൻ, ബ്രഹ്മാണ്ഡത്തിൻ്റെ ഉള്ളിൽ മുഴുവൻ അങ്ങോട്ട് ഒരു ഷെയ്ക്കിങ് വന്നു, ഒരു കമ്പനം വന്നു, ഒരു വിറയൽ വന്നു. അങ്ങനെ ഭയപ്പെട്ടിട്ടുള്ള വരയൽ. അണ്ഡകടാഹത്തിൻ്റെ ഉള്ളിൽ മുഴുവൻ അങ്ങോട്ട് ഇളക്കി മറിച്ച് ഒരു കമ്പനം, ഒരു ഭയത്തോട് കൂടിയിട്ടുള്ള ഒരു വിറയൽ ഉണ്ടാക്കി. ഘോരം തവ രവം, രവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദം, അതിഘോരമായിട്ടുള്ള തവ, അങ്ങയുടെ ഈ രവം, ഈ ഗർജനരവം, ആ ശബ്ദം അത് ഈ അണ്ഡകടാഹം മുഴുവൻ കിട്ടുങ്ങി. ഘോരം തവ രവം അഭൂത്, ഇങ്ങനെ അതിഭയങ്കരമായിട്ടുള്ള ശബ്ദം ഉണ്ടായി. പൂർവം കദാപി അശ്രുതം, ഇതിനു മുന്നേ ഇങ്ങനെ ഒന്ന് കേട്ടിട്ടേയില്ല. യം ശ്രുത്വ, ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ദൈത്യരാജഹൃദയേ, ദൈത്യരാജാവായിട്ടുള്ള ഹിരണ്യകശിപുവിൻ്റെ ഹൃദയത്തിൽ കശ്ചന കമ്പഹ, വല്ലാത്തൊരു ഭയം. കശ്ചന കമ്പഹ, ഇതിനു മുന്നേ ഉണ്ടാവാത്തതായിട്ടുള്ള ഏതോ തരത്തിൽപ്പെട്ടതല്ല ഒരു മരണഭയം, മൃത്യുഭീതി. സംപപാദ കില, ഉണ്ടാവുക തന്നെ ചെയ്തു. അംഭോജഭൂ, താമരയിൽ ഉണ്ടായതായിട്ടുള്ള ബ്രഹ്മാവ്, ഭഗവാന്റെ നാഭിപത്മമാകുന്ന താമരയിൽ ഉണ്ടായതായിട്ടുള്ള ബ്രഹ്മാവ്, വിഷ്ടരാത് ചലിത, ആ താമരയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ ശബ്ദം അങ്ങോട്ട് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് ഇരിപ്പിടത്ത് നിന്ന് താഴെ പോയി ഒന്ന് വിറച്ചു എന്നാണ്, വല്ലാതെ ഇളക്കിപ്പോയി. പണ്ട്
കാരണജലത്തിൽ ഇങ്ങനെ താമര ആടി കഴിഞ്ഞപ്പോൾ കുറേശ്ശെ കാറ്റുകൊണ്ട് നിറച്ച് വെള്ളമാണ്. താമര ഇങ്ങനെ ആടിയപ്പോൾ കുറച്ചൊരു ഇതെന്താ ഇങ്ങനെ എന്ന് തോന്നി ആ കാറ്റിനെയും ആ വെള്ളത്തിനെയാണ് കുടിച്ചയാളാ. ഇപ്പോൾ ചെറിയൊരു ശബ്ദം കേട്ടപ്പോൾ ആ താമര ഇരിക്കുന്ന സ്ഥാനത്ത് നിന്ന് താമരയോട് കൂടിയിട്ടാണോ അതോ ഇനി വേറെ ബ്രഹ്മാവ് മാത്രമാണോ ഇളകിയിട്ടുള്ളൂ എന്ന് ശരിയാ. കാരണം നാഭിപത്മം കാറ്റ് വന്നു കഴിഞ്ഞാൽ ഇളകുന്ന രീതിയിൽ തന്നെയാണ്. അപ്പോൾ ആ താമരയോട് കൂടിയിട്ട് അങ്ങോട്ട് ആടിപ്പോയി. ഇരിക്കുന്ന ഇരിപ്പിടം സ്വസ്ഥമല്ല എന്നൊരവസ്ഥ ബ്രഹ്മാവിന് കൂടി വന്നു. അപ്പോൾ ബാക്കിയുള്ളവരുടെ കാര്യം ഒന്നും പറയണ്ട. ഈ സ്ഥാനം എന്നുള്ള താമര അതിൻ്റെ മാക്സിമത്തിൽ ഈ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ പേടിച്ച് വിറച്ചു. അപ്പോൾ അതിലുള്ള എല്ലാവർക്കും ഈ ഭയത്തെ ഉണ്ടായി. സ്തംഭേ ഘട്ടയതോ ഹിരണ്യകശിപോ കർണൗ സമാചൂർണയൻ ആഘൂർണ ജഗദണ്ഡ കുണ്ഡ കുഹരോ ഘോരസ്തവാഭൂദ്രവ ശ്രുത്വായം കില ദൈത്യരാജഹൃദയേ പൂർവം കദാപ്യശ്രുതം കമ്പ കശ്ചന സംഭപാദചലിതോപ്യംഭോജഭൂർവിഷ്ടരാത്. സ്തംഭേ ആ തൂണില് ഘട്ടയത ഇങ്ങനെ താടനം ചെയ്യുന്ന സമയത്ത് ഹിരണ്യകശിപോഹോ ഈ ഹിരണ്യകശിപുവിൻ്റെ കർണവ് രണ്ട് ചെവികളിലും സമാചൂർണയൻ ആ ചെവിയുടെ നാസാപുടങ്ങൾ അതങ്ങോട്ട് എന്താ പറയുക പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും ഒരേപോലെ വിറപ്പിക്കുന്ന തരത്തിലുള്ള ചെവിയിലൂടെ കേട്ട പറഞ്ഞിട്ട് കാര്യമില്ല. സകല ദിക്കിലും ഒരു ഭയപ്പാടോട് കൂടിയിട്ട് പൊടിപൊടിയാക്കുന്ന രീതിയിൽ ആഘൂർണ ജഗത് അണ്ടകുണ്ട കുഹര ആ ബ്രഹ്മാണ്ടത്തിൻ്റെ മുഴുവൻ ആ ജഗത്തിൻ്റെ മുഴുവൻ അന്തർഭാഗത്തെ ഇളക്കുന്നതായിട്ടുള്ള ആഘൂർണം പൊടിപൊടിയാക്കുന്നതായിട്ട് രീതിയിൽ സമാചൂർണയൻ അങ്ങനെ ആയിപ്പോയി. എന്നിട്ടോ ഘോരം തവ രവം അഭൂത്. ഇത് ഈ ഭഗവാന്റെ ശബ്ദമാണ് ഇങ്ങനെ ഒന്നുണ്ടാവാൻ കാരണം. പൂർവം കഥാപി അശ്രുതം ഇങ്ങനെ ഇതിന് മുന്നേ യാതൊന്നും കേട്ടിട്ടില്ല. ഇങ്ങനെ ഒരു ശബ്ദം ഇതിന് മുന്നേ കേട്ടിട്ടില്ല. അത്രയും വലിയ ശബ്ദമാണ്. യം ശ്രുത്വ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ദൈത്യരാജഹൃദയെ കശ്ചന കമ്പഹ സംഭവാതാക്കില്ല. ആ സമയത്ത് ഈ ഹിരണ്യകശിപുവിൻ്റെ ഹൃദയത്തിൽ വല്ലാത്തൊരു ഭയമുണ്ടായി. അത് ഒരു ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരു പരിഭ്രമം, വിറച്ചു എന്നർത്ഥം, പേടിച്ചു വിറച്ചു. മാത്രമല്ല വിഷ്ടരാത് അഭിചലിത, അംഭോജഭൂ വിഷ്ടരാത് അഭിചലിത. അതായത് ഈ ബ്രഹ്മാവ് ഭഗവാന്റെ നാഭിപത്മത്തിൽ ഉണ്ടായതായിട്ടുള്ള ആ ബ്രഹ്മാവ് വിഷ്ടരാത് ഇരിപ്പിടത്തിൽ നിന്ന്, അവിടെ താമരയിലാണ് ഭഗവാൻ ഇരിക്കുന്നത്, ബ്രഹ്മാവ് ഇരിക്കുന്നത് താമരയിലാണ്. അപ്പോൾ ഇരിപ്പിടത്തിൽ നിന്നും വല്ലാതെ ഇളകിപ്പോയി എന്നാണ്. എങ്ങനെ ഇളകിപ്പോയി ചോദിക്കരുത്, പേടിച്ച് ഇളകിപ്പോയി. സാധാരണഗതിയിൽ ഈ ബ്രഹ്മാവിന് അങ്ങനെ ഭയത്തിൻ്റെ ഒരു വിഷയമില്ല. ത്രിമൂർത്തികളിൽ ഒരാളാണ്. ഇവിടെ ശബ്ദം ഉണ്ടാക്കിയത് ഭഗവാനാണ്. അപ്പോൾ ആ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ ബ്രഹ്മാവ് കൂടി പേടിച്ചു. അപ്പോൾ പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യങ്ങളൊന്നും പറയാനില്ല. അതാണ് സ്തംഭേ ഘട്ടയത ഹിരണ്യകശിപോഹോ കർണൗ സമാചൂർണയൻ ആഘൂർണ ജഗദണ്ഡ കുണ്ഡ കുഹരോ ഘോരഃ തവ അഭൂത് രവഃ ശ്രുത്വാ യം കില ദൈത്യരാജഹൃദയേ പൂർവം കദാപി അശ്രുതം കമ്പ കശ്ചന സംഭപാത ചലിതഃ അപി അംഭോജഭൂഹു വിഷ്ടരാത്. ഇപ്പം തൂണിലങ്ങോട്ട് പെട്ടച്ച് അങ്ങോട്ട് അടിച്ചു കഴിഞ്ഞപ്പോൾ, മുഷ്ടി പ്രയോഗിച്ചു കഴിഞ്ഞപ്പോൾ, നേരിട്ട് വാളുകൊണ്ട് പ്രയോഗിക്കല്ലാണ്ടായത്, ആ തൂണിൽ തൻ്റെ കൈ കൊണ്ടങ്ങോട്ട് ഒരു താടനം കൊടുക്കാനുണ്ടായത്. ആ സമയത്ത് ഹിരണ്യകശിപുവിൻ്റെ ചെവി പൊട്ടുന്ന രീതിയിൽ ഒരു ബ്രഹ്മാണ്ഡ കടാഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് അതിഭയങ്കരമായിട്ടുള്ള ഒരു ശബ്ദം എവിടുന്നാണ് ഉണ്ടായതെന്ന് ചോദിച്ചാൽ അറിയില്ല. ഇന്ന ദിക്കുന്നതെന്ന് പറയാൻ നിവർത്തിയില്ല. ബ്രഹ്മാണ്ഡം മുഴുവൻ പൊട്ടുന്ന രീതിയിൽ, ബ്രഹ്മാണ്ഡം മുഴുവൻ വിറയ്ക്കുന്ന രീതിയിലൊരു ശബ്ദം ഉണ്ടായി. ഇതിനു മുന്നേ ഇങ്ങനൊരു ശബ്ദം കേട്ടിട്ടില്ല. ഈ ശബ്ദം കേട്ടതോട് കൂടിയിട്ട് ഈ ഹിരണ്യകശിപുവിന് വല്ലാത്തൊരു പേടിയുണ്ടായി. ബ്രഹ്മാവ് പോലും തൻ്റെ സ്വന്തം ഇരിപ്പിടത്തു നിന്നും ഇളകിപ്പോയി എന്ന് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. സ്തംഭേ ഘട്ടയതോ ഹിരണ്യകശിപോ കർണൗ സമാചൂർണയന്നാഘൂർണ ജഗദണ്ഡ കുണ്ഡ കുഹരോ ഘോരസ്തവാഭൂദ്രവ
ശ്രുത്വായം കില ദൈത്യരാജഹൃദയേ പൂർവം കദാപ്യശ്രുതം കമ്പ കശ്ചന സംഭപാദചലിതോപ്യംഭോജഭൂർവിഷ്ടരാത് ദൈത്യേ ദിക്ഷു വിസൃഷ്ടചക്ഷുഷി മഹാസംരംഭിണി സ്തംഭതസ്തം സംഭൂതം ന മൃഗാത്മകം ന മനുജാകാരം വപുസ്തേ വിഭോ കിം കിം ഭീഷണമേതദ്ഭുതമിതി വ്യുദ്ഭ്രാന്തചിത്തേ സുരേ വിസ്ഫൂർജദ്ധവളോഗ്രരോമവികസദ്വർഷ്മാ സമാജൃംഭഥ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹേ വിഭോ, ഭഗവാന്റെ അവതാരാണ് ശ്രീകൃഷ്ണ. മേൽപ്പത്തൂർ ഗുരുവായൂർ അമ്പലത്തിലിരുന്നിട്ട് ശ്രീകൃഷ്ണനോട് പറയാണ്, മഹാവിഷ്ണു, ശ്രീകൃഷ്ണ, മഹാവിഭോ, നരസിംഹരൂപം ആയിട്ടുള്ള ഭഗവാനെ, മഹാസംരംഭിണി, അതിഭയങ്കരമായിട്ടുള്ള കോപത്തോടു കൂടിയിട്ട് തൻ്റെ ഭക്തരെ മുഴുവൻ വല്ലാതെ കണ്ട് ദ്രോഹിച്ചു. പ്രഹ്ലാദനെ പ്രത്യേകിച്ചും ദ്രോഹിച്ചതോട് കൂടിയിട്ട് സഹിക്കാൻ പറ്റിയില്ല. അച്ഛൻ മകനെ ഒരിക്കലും ദ്രോഹിക്കാൻ പാടില്ല. അച്ഛൻ മകനെ ദ്രോഹിക്കുക എന്നുള്ളത് ഈശ്വരനെ ദ്രോഹിക്കുന്ന കൂട്ടത്തിൽ. അവിടെ 5 വയസ്സേ ആയിട്ടുള്ളൂ, 5 വയസ്സായിട്ട് 3 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ ആ സമയത്ത് ദ്രോഹിക്കുക എന്നുള്ളത് ഭഗവാനെ ദ്രോഹിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ ഭഗവാനെ ദ്രോഹിക്കലുമായി, മകനെ ദ്രോഹിക്കലായി, ഭക്തനെ ദ്രോഹിക്കലായി. മാത്രമല്ല, ഈ ദൈത്യകുലത്തിൻ്റെ ചക്രവർത്തിയായിട്ടിരിക്കേണ്ട എല്ലാ യോഗ്യതയുമുള്ള, ഒരു തെറ്റും ചെയ്യാത്തതായിട്ടുള്ള ആ സാധുവിനെയാണ് ദ്രോഹിച്ചത്. അത് സഹിക്കാൻ പറ്റിയില്ല. അപ്പോൾ മഹാസംരംഭിണി, വളരെയധികം കോപത്തോടു കൂടിയിട്ട് ഈ ഭഗവാൻ വിഷ്ണു ദൈത്യേ ദിക്ഷു, അസുരനായിട്ടുള്ള ഈ ഹിരണ്യകശിപു ഈ സമയത്ത് ദിക്ഷു വിസൃഷ്ട ചക്ഷുഷി, ഭഗവാൻ ഇങ്ങനെ കോപത്തോട് കൂടിയിട്ട് നിൽക്കുകയാണ്. കണ്ടിട്ടില്ല, ഭഗവാനെ കണ്ടിട്ടില്ല. ഈ ശബ്ദം കേട്ടു പേടിച്ച് വരച്ച് നിൽക്കുകയാണ്. ഹിരണ്യകശിപുവാണെന്ന് വെച്ചാൽ ഈ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ അതിഭയങ്കരമായിട്ടുള്ള പേടിയോട് കൂടിയിട്ട് എല്ലാ ദിക്കുകളിലേക്കും വിസൃഷ്ട ചക്ഷുഷി തുറച്ച് നോക്കുക. എന്തൊക്കെയാണ് കാണാൻ പറ്റുക വെച്ചാൽ അതെങ്ങനെ കാണാൻ പറ്റുമോ എന്ന് നോക്കുക തന്നെയാണ്, തിരയുക തന്നെയാണ് പേടിച്ചിട്ട്. ദൈത്യ ദിക്ഷു വിസൃഷ്ട ചക്ഷുഷി. ആ സമയത്ത് കണ്ടത് ന മൃഗാത്മകം ന മനുജാകാരം, മൃഗരൂപമല്ലാത്തതായിട്ടുള്ള എന്നാൽ മൃഗരൂപം തന്നെയാണ്, മനുഷ്യാകൃതി അല്ലാത്തതായിട്ടുള്ള എന്നാൽ മനുഷ്യരൂപം തന്നെയാണ്. തേ വപുഹു, അങ്ങയുടെ ഈ ശരീരം സ്തംഭത സംഭൂതം, തൂണിൽ നിന്ന് അങ്ങോട്ടുണ്ടായി. ഭീഷണം അത്ഭുതം, അത്യധികം പേടിപ്പെടുത്തുന്നതായിട്ടുള്ള ഭീഷണം, അത്ഭുതം, അത്യത്ഭുതകരമായിട്ടുള്ള. ഏതത് കിം കിം ഇതി, ഇത് എന്താണ്, ഇതെന്താണ് എന്ന് ആ സമയത്ത് ഹിരണ്യകശിപു വളരെയധികം വേവലാതിപ്പെട്ടു. അസുരേ വ്യുദ്ഭ്രാന്തചിത്തെ, ഹിരണ്യകശിപു വളരെയധികം മനസ്സ് ഭ്രമിച്ചു പോയി. ഇത് ഇങ്ങനെയൊന്നും ഇതിനു മുന്നേ കേട്ടിട്ടില്ല, ഇങ്ങനെയൊന്നും മുന്നേ ഇതിനെ കണ്ടിട്ടില്ല. അത്യധികം തളർന്നുപോയി. വ്യുദ്ഭ്രാന്തചിത്തെ, മനസ്സങ്ങോട്ട് ഇനി എനിക്ക് ജീവിക്കാൻ പറ്റും തോന്നുന്നില്ല. തൻ്റെ കാലിനാണ് വന്നിരിക്കുന്നത്. മൃത്യുഭയം, മൃത്യുഭീതി വന്നു കഴിഞ്ഞു. വ്യുദ്ഭ്രാന്തചിത്തെ, അതുകൊണ്ട് തന്നെ പരിഭ്രമം. വിസ്ഫൂർജത് ധവളോ ഉഗ്രരോമവികസദ്വർഷ്മ, വിസ്ഫൂർജത് വിടർന്ന് ധവള വെളുത്തതായിട്ടുള്ള ധവള ഉഗ്രരോമ, അത്യുഗ്രങ്ങളായിട്ടുള്ള എന്ന് വെച്ചാൽ ഓരോ രോമത്തിനും ഓരോ മുളയുടെ നമ്മൾ അങ്ങനെയാണല്ലോ പറയുക, പുല്ലുവർഗ്ഗമാണ് മുള എന്ന കൂട്ടത്തിൽ ഈ ഓരോ രോമത്തിനും അത്രയും ശക്തി, ബലമുണ്ട്. വെളുത്ത നിറത്തിലുള്ള രോമം അതിങ്ങനെ ഉഗ്രങ്ങളായിട്ട് നിൽക്കുകയാണ്, മുകളിലേക്ക് കുറുത്ത് നിൽക്കുകയാണ്. ആ രോമ വികസദ്വർഷ്മ, രോമങ്ങളോട് കൂടിയിട്ട് അത്യധികം വലിയതായിട്ടുള്ള ശരീരത്തോട് കൂടിയിട്ട് ത്വം സമാജൃംഭഥ, അങ്ങോട്ട് വളരെ ഉണ്ടായത്. തൂണിൽ നിന്ന് ഇങ്ങോട്ട് ചാടി ഹിരണ്യകശിപുവിനേക്കാൾ കൂടുതൽ വലിപ്പായി. തൂണിൽ നിന്ന് ചാടുമ്പോൾ അത്ര വലിപ്പമില്ല. തൂണിൽ നിന്ന് ഇങ്ങോട്ട് ചാടി ഭഗവാൻ അങ്ങോട്ട് വലിയതായി, ഹിരണ്യകശിപുവിനേക്കാൾ വലുതായി. ഭഗവാന്റെ രോമത്തിൻ്റെ വളർച്ച അത് ഈ ഭഗവാന്റെ വളരലോട് കൂടിയിട്ട് ഒപ്പം ഉണ്ടായി സംഭവിച്ചതാ. ഇങ്ങനെയാണ് ഹിരണ്യകശിപു ഈ അവതാരത്തെ കണ്ടത്. കണ്ടപ്പോഴുള്ള പരിഭ്രമം, പേടിയും, തൻ്റെ ജീവൻ ഇപ്പോൾ ഇതാ അപകടത്തിലായി, തൻ്റെ കാലം തന്നെയാണ് ഇത് എന്നുള്ളത് ഉറപ്പിച്ചു. അങ്ങനെയുള്ള ഭാവത്തിലാണ് ഈ ഭഗവാനെ കണ്ടത്. ദൈത്യേ ദിക്ഷു വിസൃഷ്ട ചക്ഷുഷി മഹാസംരംഭിണി സ്തംഭത സംഭൂതം ന മൃഗാത്മകം ന മനുജാകാരം വപുസ്തേ വിഭോ കിം കിം ഭീഷണമേതദ്ഭുതമിതി വ്യുദ്ഭ്രാന്തചിത്തേ സുരേ
വിസ്ഫൂർജദ്ധവളോഗ്രരോമ വികസദ്വർഷ്മാ സമാജൃംഭഥ. വാക്കുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇത്ര മനോഹരമായിട്ട് കഠിനാക്ഷരങ്ങളെ തന്നെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ആ വാക്കുകളെ ഈ കാര്യത്തെ പറയുവാൻ വേണ്ടിയിട്ട്, സംസ്കൃതത്തിൽ ഇങ്ങനെയൊക്കെ വാക്കുകൾ ഉണ്ടോ എന്ന് പോലും നമുക്ക് അത്ഭുതമാവുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു വിന്യാസം. ഹേ വിഭോ മഹാസംരംഭിണി ദൈത്യേ ദിക്ഷു വിസൃഷ്ടചക്ഷുഷി ന മൃഗാത്മകം ന മനുജാകാരം തേ വപു സ്തംഭതഃ സംഭൂതം ഭീഷണം അത്ഭുതം ഏതത് കിം കിം ഇതി അസുരേ വ്യുദ്ഭ്രാന്തചിത്തേ വിസ്ഫൂർജത് ധവളോഗ്രരോമ വികസത് വർഷ്മാത്വം സമാജൃംഭഥ എന്ന് അന്വയം. ഭഗവാനോട് പറയാണ് മേൽപ്പത്തൂര്, അതിഭയങ്കരമായിട്ടുള്ള കോപത്തോടു കൂടിയിരിക്കുന്നതായിട്ടുള്ള അങ്ങ് ഈ അസുരനായിട്ടുള്ള ഹിരണ്യകശിപു ഇങ്ങനെ പേടിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ശബ്ദം എവിടെ നിന്നാണ് വന്നത് എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് നാല് പുറത്തേക്ക് നോക്കുകയാണ്. അങ്ങനെ എല്ലാ ദിക്കിലേക്കും ദൃഷ്ടി പോകുന്ന സമയത്ത് ഭഗവാൻ ആ തൂണിൽ നിന്ന്, ഇടിച്ചതായിട്ടുള്ള തൂണിൽ നിന്ന് മനുഷ്യരൂപമല്ല, ഉടൽ മുഴുവൻ മനുഷ്യൻ്റെ, അതേപോലെ മൃഗരൂപമല്ല, തല മുഴുവൻ സിംഹമാണ്, കഴുത്തിന് മീത സിംഹമാണ്. അപ്പോൾ സിംഹവും മനുഷ്യാകൃതിയും കൂടിയിട്ട്, എന്നാൽ മനുഷ്യനല്ല മൃഗമല്ല, ആ രീതിയിൽ വരം അങ്ങനെയാണല്ലോ. അങ്ങയുടെ ശരീരം ആ തൂണിൽ നിന്നുണ്ടായി സകല സ്വരൂപം സ്വീകരിച്ചുകൊണ്ടാണ് ഭഗവാൻ ഇങ്ങോട്ട് ചാടിയത്. തൻ്റെ രൂപത്തെ കാണിച്ചു കൊടുക്കണം. ചതുർബാഹു വിഷ്ണു സ്വരൂപത്തെയാണ് ശരിക്കും കാണിച്ചു കൊടുക്കേണ്ടത്. പക്ഷേ വരം അതിന് സമ്മതിക്കണില്ല. അപ്പം അതുകൊണ്ട് അതിവിചിത്രമായിട്ടുള്ള, അതേപോലെ തന്നെ എല്ലാവരെയും പേടിപ്പിച്ചു ഈ ഹിരണ്യകശിപു. എന്നാൽ പിന്നെ എന്താ പേടി എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കാമെന്ന് കണക്കാക്കിക്കൊണ്ടാണ് അതിഭീകരമായിട്ടുള്ള രൂപത്തിൽ നരഹരിയായിക്കൊണ്ട് ഭഗവാൻ അവതരിച്ചത്. ഇത് കണ്ടതോടു കൂടിയിട്ട് സിംഹത്തിൻ്റെ ആ തീക്ഷ്ണഭാവം, ഒരു യോദ്ധാവിൻ്റെ ശരീരപ്രകൃതി, കാലകിങ്കരന്മാരെ പോലെയുള്ള ശരീരം, ചലനങ്ങൾ, ഇത് കണ്ടതോടു കൂടിയിട്ട് ഇതെന്താ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ലല്ലോ എന്ന് ഹിരണ്യകശിപു വളരെയധികം വിഭ്രാന്തിയോട് കൂടിയിട്ട് ഭഗവാനെ നല്ലോണം ഒന്ന് കണ്ടു. ഭഗവാന്റെ ആ സട അതിങ്ങനെ മേഘങ്ങളെ പോലും പിളർക്കുന്ന രീതിയിലുള്ള കൂർത്തുമൂർത്ത് നിൽക്കുന്നതായിട്ടുള്ള, അനവധി നീളമുള്ളതായിട്ടുള്ള, അനവധി ഉയരത്തിലേക്ക് നിൽക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ ആ ഒരു സിംഹത്തിൻ്റെ ജട, ആ സട അതിങ്ങനെ വിടർന്ന് നിൽക്കുകയാണ്. കഴുത്ത് മുതൽ അങ്ങോട്ട് മുകളിലേക്ക് മുഴുവൻ ഇങ്ങനെ കൂർത്ത് നിൽക്കും. ഇത് കണ്ടതോട് കൂടിയിട്ട് ആകെ പേടിച്ചു. ഭഗവാനിയുടെ അവതാരം സ്വീകരിച്ച വഴിക്ക് തന്നെ വലിയ ശരീരത്തെ സ്വീകരിച്ചു, അങ്ങോട്ട് വളർന്നു, ഹിരണ്യകശിപുവിനേക്കാൾ വലുതായി. ഇത് കണ്ടതോടു കൂടിയിട്ടാകെ പേടിച്ചു വശായി എന്ന് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ദൈത്യേ ദിക്ഷു വിസൃഷ്ട ചക്ഷുഷി മഹാസംരംഭിണി സ്തംഭതഃ സംഭൂതം ന മൃഗാത്മകം ന മനുജാകാരം വപുഃ തേ വിഭോ കിം കിം ഭീഷണം ഏതത് അത്ഭുതം ഇതി വ്യുദ്ഭ്രാന്തചിത്തേ അസുരേ വിസ്ഫൂർജത് ധവള ഉഗ്രരോമ വികസത് വർഷ്മാ സമാജൃംഭഥ. ദൈത്യേ ദിക്ഷു വിസൃഷ്ടചക്ഷുഷി മഹാസംരംഭിണി സ്തംഭതഃ സംഭൂതം ന മൃഗാത്മകം ന മനുജാകാരം വപുസ്തേ വിഭോ കിം കിം ഭീഷണമേതദത്ഭുതമിതി വ്യുദ്ഭ്രാന്തചിത്തേ സുരേ വിസ്ഫൂർജദ്ധവളോഗ്രരോമ വികസദ്വർഷ്മാ സമാജൃംഭഥ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇനി ഭഗവാന്റെ രൂപത്തെ ഒന്ന് വർണ്ണിക്കുകയാണ്. എന്ത് രൂപം കണ്ടിട്ടാ പേടിച്ചത്? തപ്തസ്വർണ്ണ സവർണഘൂർണതതിരൂക്ഷാക്ഷം സടാകേസര പ്രോൽക്കംബ പ്രനികുംബിതാംബരമഹോ ജീയാത്തവേദം വപു വ്യാപ്തമഹാദരീ സഖമുഖം ഖഡ്ഗോഗ്രവൽഗൻ മഹാജിഹ്വാ നിർഗമദൃശ്യമാന സുമഹാദംശ്രായുഗോഡ്ഡാമരം. തപ്തസ്വർണ്ണ സവർണ ഘൂർണ ദതി രൂക്ഷ അക്ഷം. തപ്തസ്വർണ്ണം എന്ന് പറഞ്ഞാൽ നല്ല ചുട്ടുപഴുത്ത ആ സ്വർണത്തിൻ്റെ സവർണം. തപ്തസ്വർണ്ണ സവർണ.
ഇടി നല്ലോണം ചൂടാക്കിയ ചുട്ട് പഴിപ്പിച്ചതായിട്ടുള്ള സ്വർണത്തിൻ്റെ നിറം. പിന്നെയോ തപ്ത സ്വർണ സവർണ ഘൂർണ ദതിരൂക്ഷാക്ഷം. അതിങ്ങനെ കണ്ണുകളിങ്ങനെ 4 പുറം ഇങ്ങനെ കിടന്ന് കറങ്ങുകയാണ്. ഭഗവാൻ എല്ലാ ദിക്കിലും ഇങ്ങനെ നോക്കുക. വേറെ ആരൊക്കെയുള്ള ഹിരണ്യകശിപു അല്ലാതെ കണ്ട് എന്നെ ദ്രോഹിക്കാൻ? എത്ര ഭക്തന്മാർ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് ധൈര്യത്തോട് കൂടിയിട്ട് എന്നെ കാണാൻ. ഇതൊക്കെയാണ് ഭഗവാൻ നോക്കണതേ. എല്ലാവരും എന്നെ കണ്ടില്ലേ? ഭഗവാൻ നോക്കേണ്ട ആവശ്യമുണ്ടായിട്ടല്ല, ഹിരണ്യകശിപു പേടിച്ചോട്ടെ, ഹിരണ്യകശിപുവിൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള അസുരന്മാർ പേടിച്ചോട്ടെ, അതിനു വേണ്ടിയിട്ടാണ്. ആ അതിഘൂർണ ദതി രൂക്ഷം അക്ഷം, അതിഭയങ്കരമായിട്ടുള്ള ആ കണ്ണുകൾ അതിങ്ങനെ കറങ്ങുന്നുണ്ട്. കൃഷ്ണമണി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ ഈ നോട്ടത്തിൻ്റെ തീക്ഷ്ണത അതിങ്ങനെ ഈ അഗ്നി വമിക്കുകയാണോ, അഗ്നി നമ്മളിപ്പോൾ ഈ ബ്ലോ ലാമ്പ് എന്നൊക്കെ തീ വരുന്നില്ലേ എന്ന കൂട്ടത്തിൽ ഭഗവാന്റെ ഒരു നോട്ടം അതിങ്ങനെ നമ്മളെ ദഹിപ്പിക്കുന്നുണ്ടോ എന്ന് തോന്നുക. ശുണ്ഠി എടുത്തിട്ട് ചിലർ നോക്കുമ്പോൾ ആ കണ്ണിൽ നിന്ന് തീ പാറും. നല്ല മേധാശക്തിയുള്ള ഒരാൾ നോക്കുമ്പോൾ ആ കൃഷ്ണമണിയിൽ നിന്ന് വരുന്നതായിട്ടുള്ള ഈ ഒരു ഭാവം അത് നമ്മളെ ദഹിപ്പിക്കുമോ? ചുണ്ടി എടുത്തു കഴിഞ്ഞാൽ ചിലവരുടെ മുഖത്തു നിന്ന് അത് വരും. എന്ന കൂട്ടത്തിൽ ഇവിടെ ശരിക്കും കോപിച്ചിട്ടാണ് ഭഗവാൻ വരണം. തൻ്റെ ഈ ഭക്തനായിട്ടുള്ള ചെറിയ ഉണ്ണിയെ ഇങ്ങനെ ദ്രോഹിക്കാൻ മരണഭയം കൊണ്ടല്ലേ, എന്നാൽ പിന്നെ അതങ്ങോട്ട് തീരുമാനിക്കാം എന്നുള്ള നിലയ്ക്കാണ്. അപ്പോൾ ആ നോട്ടം കൊണ്ട് കറങ്ങുന്നതായിട്ടുള്ള കൃഷ്ണമണിയുടെ ആ ചലനം പ്രത്യേകം. ഭഗവാന്റെ ഈ കണ്ണ് ചുവന്ന കണ്ണാണ്, അപ്പം തന്നെ അത് രൂക്ഷായി. നമ്മളൊക്കെ വെളുത്ത കണ്ണാണ്, അതിൻ്റെ ഉള്ളിൽ കറുത്ത കൃഷ്ണമണി, അവിടെ ചുവന്ന കണ്ണാണ്. അപ്പോൾ ഈ ചുവന്ന കണ്ണും കൂടിയാണ്ടായപ്പോൾ പിന്നെ ഭഗവാനെ കാണാൻ വയ്യ, അങ്ങോട്ട് നോക്കാനേ വയ്യ. മാത്രമല്ല അതിതേജസ്സാണ്, 100 കോടി അല്ലെങ്കിൽ 1000 കോടി സൂര്യൻ്റെ പ്രഭയാണ്, കണ്ണ് മഞ്ഞളിക്കും. പിന്നെയോ സടാകേസര പ്രോത്കമ്പ പ്രനികുംബിത അമ്പരം. സടാകേസരങ്ങൾ നരസിംഹത്തിൻ്റെ സിംഹത്തിൻ്റെ ആകൃതിയിലുള്ള തല, മറ്റേ കഴുത്ത്, ആ കഴുത്തിലുള്ള ഈ രോമങ്ങൾ, സിംഹത്തിൻ്റെ സട, അതായത് രോമങ്ങൾ അതിദീർഘമാണ്. മാത്രമല്ല ചുമലിലേക്ക് ഇങ്ങോട്ട് വന്നിട്ട് താഴത്തേക്ക് വന്നിട്ടുണ്ട്. ചുമലിലെ രോമം ഇങ്ങനെ ഇളകുമ്പോൾ അത് മറയ്ക്കപ്പെട്ടതായിട്ടുള്ള ആകാശം, അതായത് ഭഗവാന്റെ ഈ രോമത്തിൻ്റെ നീളം കൊണ്ട് ആകാശത്തെ കാണാനില്ല. അങ്ങനെ ആകാശത്തെ പോലും മറച്ചു. സടാകേസര പ്രോത്കമ്പ പ്രനികുംബിത അമ്പരം, അമ്പരത്തെ മറച്ചു. പ്രനികുംബിത കാണാനില്ല, കാണാത്ത വിധം ആകാശം കാണാനില്ല, അത്രയും വിസ്തൃതമായിട്ടുള്ള രോമാവലിയാണ്. ഈ കഴുത്തിൻ്റെ അവിടെ വരെ ഉള്ളൂ, അവിടെ നിന്ന് അങ്ങോട്ട് മുകളിലേക്കുള്ള രോമങ്ങളാണ്, ആകാശം കാണാനില്ല. അങ്ങനെയുണ്ട്. മാത്രമല്ല അതിങ്ങനെ ഉയർന്നു നിൽക്കുന്നുണ്ട്, അത് ചുമലിലേക്ക് താഴേക്ക് വന്നിട്ടുണ്ട്, അത്രയും കൂടുതൽ രോമങ്ങളുണ്ട്. അഹോ, ഇത് അത്യധികം വല്ലാത്തൊരാശ്ചര്യം. വ്യാപ്ത മഹാദരീ സഖമുഖം. വ്യാപൃതം, എല്ലാ ദിക്കിലേക്കും വ്യാപിച്ചു കിടക്കുന്നു, അതിവിസ്തൃതമായിട്ട്. വ്യാപ്തം എന്ന് പറഞ്ഞാൽ വിസ്തൃതം, വ്യാപിച്ചതായിട്ടുള്ള വ്യാപ്തമായിട്ടുള്ള മഹാദരി, ഒരു വലിയ ഗുഹയോടുകൂടിയ, ശംഖിൻ്റെ ഗുഹ പോലെയുള്ള ഒരു ഗുഹ. മഹാദരി സഖമുഖം, ഗുഹയോട് തുല്യമായിട്ടുള്ള മുഖത്തോട് കൂടിയ വായ, വല്ലാത്തൊരു ഗുഹയാണ് ആ വായ. പിന്നെയോ ഖഡ്ഗോഗ്ര വൽഗന്മഹ ജിഹ്വ നിർഗമ ദൃശ്യമാന സുമഹ ദംഷ്ട്രായുഗ ഉഡ്ഡാമരം. ഖഡ്ഗം, വാള്, ഉഗ്ര വൽഗ, അങ്ങനെ അതിഭയങ്കരമായിട്ട് അതിങ്ങനെ ചലിക്കുകയാണ്. വാള് പോലെ ഖഡ്ഗ ഉഗ്ര വൽഗൻ മഹാജിഹ്വ. ജിഹ്വ എന്ന് പറഞ്ഞാൽ നാവ്. ആ വാള് പോലെ അതിഭയങ്കരമായിട്ടുള്ള ഈ നാവ് അതിങ്ങനെ ചലിക്കുന്നുണ്ട്, ഇങ്ങനെ ഇളക്കുന്നുണ്ട് ഭഗവാൻ ആ നാവ്. പിന്നെയോ നിർഗമ ദൃശ്യമാന, ആ സമയത്ത് വെളിയിലേക്ക് നിർഗമനം ചെയ്യുക, പുറമേക്ക് വരിക, ആ നാവ് ഇങ്ങനെ പുറമേക്ക് നീട്ടുക. അത് ദൃശ്യമാന, കാണപ്പെടുന്നു. എന്താണ് കാണപ്പെടുന്നത്? സുമഹാദംഷ്ട്ര,
നാവ് പുറമേക്ക് നീട്ടിയിട്ടുണ്ട്. ഭഗവാൻ വായ പിളർന്നിട്ടുണ്ട്. ആ സമയത്ത് സിംഹത്തിൻ്റെ ദംഷ്ട്രയുണ്ട്. മുകളിൽ 2 താഴെയും 2. ആ ദംഷ്ട്രപ്പല്ലുകൊണ്ട് ഇനി എന്തുണ്ടെങ്കിലും കടിച്ചു മുറിക്കാൻ സാധിക്കും. അതിഭയങ്കര ഉറപ്പാണ് ആ ദംഷ്ട്രയ്ക്ക്, സിംഹത്തിൻ്റെ പല്ലിന്. അപ്പോൾ ആ ദംഷ്ട്ര അതിങ്ങനെ നാവ് പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഈ ദംഷ്ട്ര പുറമേക്ക് നല്ലോണം കാണാനുണ്ട്. ദംഷ്ട്രയുഗം എന്നാണ്. ദംഷ്ട്ര ഈ 2 ദംഷ്ട്രകളാണ്. അങ്ങനെ ഉഡ്ഡാമരം അത് നല്ലവണ്ണം ഇങ്ങനെ വിറപ്പിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ തല വിറപ്പിക്കണോ, നാവ് വിറപ്പിക്കണോ. ഈ തല വിറപ്പിക്കുമ്പോൾ പല്ല് വിറയ്ക്കണോ, താടി വിറയ്ക്കണോ. ശുണ്ഠി എടുത്തിട്ടേ ഇപ്പോൾ പിടിക്കും, ഇപ്പോൾ കൊല്ലും, ഇപ്പോൾ തിന്നും. സിംഹത്തിൻ്റെ ഭാവം അങ്ങനെയാണ്. വിശന്ന് വലഞ്ഞിരിക്കുന്നതായിട്ടുള്ള സിംഹം തനിക്ക് ഇഷ്ടപ്പെട്ടതായിട്ടുള്ളൊരു ഇരയെ കണ്ടു കഴിഞ്ഞാൽ അതിൽ തൻ്റെ വിശപ്പ് മാറാനുള്ള അത്രയും മാംസം അതിലുണ്ട് എന്ന് കണക്കാക്കിയാൽ പിന്നെ ആ ഇരയെ എങ്ങനെ കീഴ്പ്പെടുത്തിയെന്ന് നോക്കിയാൽ മതി. ബാക്കിയുള്ളതൊക്കെ മറക്കും, പരിസരം പോലും മറക്കും സിംഹം. അങ്ങനെ ആ പുറമേക്കുള്ള ഭാവത്തെ പ്രകടിപ്പിക്കുക, നാവ് നീട്ടുക, തല വിറപ്പിക്കുക, സടകനെ കൊട്ടഞ്ഞ് എഴുന്നേൽക്കും. അതേപോലെ തന്നെ ഭഗവാന്റേതായതുകൊണ്ട് അത് വലിപ്പം വളരെ കൂടുതലാണ്. അപ്പോൾ ആകാശം പോലും കാണാത്തൊരവസ്ഥയിലാണ്. ഈ നാവിങ്ങനെ ഇളക്കിക്കൊണ്ട്, ചുവന്ന നാവാണ്, ചുവന്ന കണ്ണ്, ചുവന്ന നാവ്, ഇങ്ങനെയൊക്കെയാണ്. ആ ചുവന്ന നാവ് ഇങ്ങനെ പുറത്തേക്ക് നീട്ടിയിട്ടുണ്ട്. ദംഷ്ട്രകൾ ഇങ്ങനെ തിളങ്ങുന്നുണ്ട്. അതിങ്ങനെ ഇളകി വിറയ്ക്കുന്നുണ്ട്. തവ ഇതം വപു ജിയാത്. ഇതിങ്ങനെ പറയുമ്പോൾ മേൽപ്പത്തൂരിന് തോന്നുകയാണ്, ഇങ്ങനെ പറഞ്ഞാലേ ശരിയാവില്ല. അതുകൊണ്ട് ഭഗവാനെ അങ്ങയുടെ ഈ നരസിംഹരൂപം ജയിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഇത് കണ്ടു, ഹിരണ്യകശിപു ഇത് കണ്ടു എന്നാണ് പറയേണ്ടത്. എല്ലാവരും കണ്ടിരിക്കണം, അത് മതി. ഭഗവാൻ ഇനി കണ്ടു എന്ന് പറയാൻ പറ്റില്ല. അങ്ങ് ജയിക്കുമാറാകട്ടെ. കാരണം എനിക്കൊരു പേടിയുണ്ടോ സംശയം. ഞാൻ തന്നെയാണ് പറഞ്ഞത് കേട്ടോ, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. മേൽപ്പത്തൂർ പറയാണ്, അങ്ങയുടെ രൂപത്തെ ഞാൻ ഇപ്പോൾ വർണ്ണിച്ചു കഴിഞ്ഞപ്പോൾ ഭഗവാനെ എനിക്ക് പോലും പേടിയാവുണ്ടോ സംശയമുണ്ട്. അതുകൊണ്ട് അങ്ങ് ജയിക്കുമാറാകട്ടെ. ഇങ്ങനെയല്ലേ അവിടുന്ന് കാട്ടിയത്? ഹിരണ്യകശിപുവിനെ ഭയപ്പെടുത്താൻ മാത്രമല്ല, ഈ ലോകത്തിലെ ദുഷ്ടത ചെയ്യുന്ന ഓരോരുത്തരെയും ഭയപ്പെടുത്താൻ. അതേപോലെ ആർക്കെങ്കിലും ലേശം പേടിയുണ്ടെങ്കിൽ ആ പേടിയെ മുഴുവൻ തീർക്കാൻ വേണ്ടിയിട്ട് ഈ പേടിപ്പെടുത്തുന്നതായിട്ടുള്ള ഭഗവാന്റെ നരസിംഹരൂപത്തെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പേടി ഉണ്ടാവില്ല. പേടിക്കും പേടിയാണ്, മൃത്യുഭയം പോലും ഇല്ലാണ്ടാവും. എവിടെ നിന്നാണോ ആപത്തുകൾ വരുന്നത് അതിനെ മുഴുവൻ ഇയ്യാമ്പാറ്റ പോലെ ഈ ഉപാസനയാകുന്ന അതിതീക്ഷ്ണമായിട്ടുള്ള ഭഗവത് അനുഗ്രഹത്തെ ലഭിക്കാനുള്ള ഉപായം, ആ ഉപായമാകുന്ന ഈ തീയിൽ ഈ ഇയ്യാമ്പാറ്റയാകുന്ന പാപങ്ങൾ മുഴുവൻ നശിച്ച് കത്തിപ്പോയിക്കോളും. ഒന്നും കാണില്ല, ബാക്കി ഭസ്മം പോലും ഉണ്ടാവില്ല. അങ്ങനെ കത്തിപ്പോവും. കാരണം ഇയ്യാമ്പാറ്റയിൽ കത്താത്തതായിട്ട് ഒന്നുമില്ല, ബാക്കിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഭഗവാന്റെ ഈ രൂപത്തെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ തപ്തസ്വർണ സവർണ ഘൂർണദതിരൂക്ഷാക്ഷം സടാകേസര പ്രോത്കമ്പ പ്രനികുംഭിതാംബരമഹോജിയാത്തവേദം വപു വ്യാപ്തവ്യാപ്ത മഹാദരീ സഖമുഖം ഖഡ്ഗോഗ്രവൽഗൻ മഹാജിഹ്വാ നിർഗമ ദൃശ്യമാനസുമഹാദംഷ്ട്രായുഗോഡ്ഡാമരം. തപ്തസ്വർണ സവർണ ഘൂർണദതിരൂക്ഷാക്ഷം സടാകേസര പ്രോത്കമ്പ പ്രനികുംഭിത അംബരം അഹോ വ്യാപ്തവ്യാപ്ത മഹാദരീ സഖമുഖം ഖഡ്ഗോഗ്രവൽഗൻ മഹാജിഹ്വാ നിർഗമ ദൃശ്യമാനസുമഹാദംഷ്ട്രാ യുഗോഡ്ഡാമരം തവ ഇതം വപു ജീയാത്. അന്വയം. മുറിക്കല് വളരെ പ്രയാസ, മുറിക്കാം തന്നെയുള്ളൂ. തപ്ത സ്വർണ സവർണ ഘൂർണ ദതി രൂക്ഷ അക്ഷം സട കേസര പ്രോത്കമ്പ പ്രനികുംഭിത അംബരം അഹോ ജീയാത് തവ ഇതം വപു വ്യാപ്ത വ്യാപ്ത മഹാദരീ സഖ മുഖം ഖഡ്ഗ ഉഗ്ര വൽഗൻ മഹാജിഹ്വ നിർഗമ ദൃശ്യമാന സുമഹാ ദംഷ്ട്രായുഗ ഉഡ്ഡാമരം. ദംഷ്ട്രായുഗ അതൊന്നിച്ചാണ്. ദംഷ്ട്രായുഗ ഉഡ്ഡാമരം, ഇങ്ങനെ പദച്ഛേദം.
അപ്പം ഇങ്ങനെയുള്ള ശ്ലോകങ്ങളൊക്കെ കൂടുതൽ കൂടുതൽ തവണ വായിച്ച് അതിനെ ഉറപ്പിച്ചിട്ട് വേണം വായിക്കാനായിട്ട്. ഇപ്പോൾ വലിയ അക്ഷരാവുക, കണ്ണ് നല്ലോണം കാണുക, ശ്രദ്ധ നല്ലോണം ഉണ്ടാവുക, വാക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് അതാത് അക്ഷരങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വര വരയ്ക്കുക, പെൻസിലുകൊണ്ട് മുകളിൽ നിന്ന് താഴേക്ക് വരയ്ക്കുക. അപ്പോൾ അവിടെ നിർത്താൻ സാധിക്കും. ഈ ശ്ലോകം എങ്ങനെയാണോ വായിക്കേണ്ടതെന്ന് അതുകൊണ്ട് നമുക്ക് പിടുത്തം കിട്ടും. അങ്ങനെ ആവർത്തിച്ച് വായിക്കുക. ആദ്യം അർത്ഥം എഴുതുക, പിന്നെ അന്വയം എഴുതുക, അതല്ലെങ്കിൽ അന്വയിച്ചതിൻ്റെ ശേഷം അർത്ഥം എഴുതുക. പദച്ഛേദം ചെയ്തതിൻ്റെ ശേഷം വേണം അന്വയിക്കാനായിട്ട്. അതുകൊണ്ട് നമ്മൾ വരച്ചിട്ടപ്പോൾ പദച്ഛേദം കിട്ടി, പിന്നെ അന്വയിക്കുക, അതിന് ശേഷം അതിൻ്റെ അർത്ഥം കണ്ടെത്തുക, പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ധാരാളം വാക്കുകളുണ്ടാവും, അർത്ഥം ഉണ്ടാവും, വ്യംഗ്യം ഉണ്ടാവും, ശ്ലേഷം ഉണ്ടാവും, പലതും ഉണ്ടാവും. അത് മുഴുവൻ കണ്ടെത്തുക. ഇതാണ് പഠനം. അപ്പോൾ ഇങ്ങനെ ഒന്ന് നമ്മൾ പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടണം. അപ്പോൾ അത് ഉണ്ടാക്കാൻ എത്ര വിഷമിച്ചുണ്ടാവും. പക്ഷേ അദ്ദേഹത്തിന് ഉണ്ടാവില്ല. എന്താ കാരണം? അത്രയും കൂടുതൽ പാണ്ഡിത്യമുണ്ട്. നമ്മളത് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കണം. നമുക്ക് എന്തേ അറിയുള്ളൂ, ഇത് നോക്കിയിട്ട് ഇങ്ങനെ വായിക്കാൻ. അതന്നെ തപ്പിപ്പിടിച്ച് മറ്റുള്ളവർ കേൾക്കുമ്പോൾ അതല്ലല്ലോ എന്ന് അവർ പറയാൻ തോക്കണ വെച്ചാൽ നമ്മൾ കുടുങ്ങി. ഉച്ചരിക്കുമ്പോൾ ഇത് എഴുതാൻ പറ്റണമെന്നോ? ഇതെങ്ങനെ ഉച്ചരിക്കുമ്പോൾ എഴുതാൻ പറ്റുക? കേട്ടെഴുത്തിൽ കുട്ടികൾ തെറ്റിക്കുന്നത് ഈ പറഞ്ഞു കൊടുക്കുന്ന ശബ്ദം, അത് ഈ ഊന്നൽ കൊടുക്കേണ്ട അക്ഷരങ്ങൾക്ക് ഊന്നൽ കൊടുക്കാണ്ട്, കഠിനാക്ഷരങ്ങൾ കഠിനമായിട്ട് പറയാതെ, ലഘു അക്ഷരങ്ങൾ ലഘു അല്ലാതെ കൊണ്ട് പറഞ്ഞ്, അതൊക്കെ നമ്മൾ കാണാറുണ്ട്. ധകാരത്തിന് ധകാരമൊക്കെ പറയും. ധകാരത്തിന് ധകാരേ പറയാറുള്ളൂ. അപ്പം അങ്ങനെ രഥത്തിൽ അങ്ങോട്ട് കയറി, രഥം എന്ന് പറയണതിന് പകരം രഥത്തിൽ അങ്ങോട്ട് കയറി എന്ന് പറയും. അപ്പോൾ ഇതിൽ കേട്ടിട്ട് എഴുതുമ്പോൾ രഥത്തിൽ കയറി തന്നെ എഴുതുക. രഥത്തിൽ കയറി എന്നുള്ള അർത്ഥം നല്ലോണം അറിഞ്ഞാൽ തന്നെ അത് പറ്റുള്ളൂ. അർത്ഥവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. വാക്കിൻ്റെ അർത്ഥം, ധനത്തിൻ്റെ അർത്ഥം, ധനത്തിൻ്റെ പകുതി, വാക്കിൻ്റെ അർത്ഥം, ഇങ്ങനെ ഓരോന്നും ആ രീതിയിൽ വേണം ഉച്ചരിക്കാനായിട്ടേ. അതല്ല വെച്ചാൽ കേട്ടെഴുത്ത് പഴയ്ക്കും. എഴുതിയ ആളുടെയിലല്ല പിഴവ്, പറയുന്ന ആളുടെയില പിഴവ്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ നല്ലോണം അക്ഷരം ഊന്നി പറയേണ്ടതെങ്കിൽ ഊന്നി പറയണം. ഒഴിവാക്കേണ്ട സമയത്ത് പാർലമെൻറ്റിൽ കാണാത്ത രീതിയിൽ നമ്മളതൊക്കെ ശ്രദ്ധിക്കണം. അപ്പോഴേ അത് ശരിയാവുള്ളൂ. അപ്പോൾ കൂട്ടിയാൽ പറ്റില്ല എന്ന് പറയാം. അതാണ് തപ്തസ്വർണ സവർണ ഘൂർണദതിരൂക്ഷാക്ഷം സടാകേസര പ്രോത്കമ്പ പ്രനികുംബിതാംബരമഹോജീയാത്തവേദം വപു വ്യാപ്ത മഹാദരി സഖമുഖം ഖഡ്ഗോഗ്രവൽഗൻ മഹാജിഹ്വാ നിർഗമദൃശ്യമാനസുമഹാദംഷ്ട്രായുഗോഡ്ഡാമരം. ഇങ്ങനെ ഭഗവാന്റേതായിട്ടുള്ള ആ രൂപത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ, അതിവിസ്തൃതമായിട്ടുള്ള ഈ രൂപത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ, നല്ലോണം വിശദീകരിച്ചത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ, ഇത് പറയുന്നതായിട്ടുള്ള മേൽപ്പത്തൂര് പോലും ആ ഭഗവാൻ ജയിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞു. അതെന്തിനു വേണ്ടിയിട്ടാ? മേൽപ്പത്തൂരിന് പേടിയായിട്ടല്ല. നമ്മളെ പോലെയുള്ള സാധാരണക്കാരൊക്കെ ഈ ഭയങ്കര രൂപത്തെ വർണ്ണിക്കാൻ നമ്മൾ കൂട്ടിയാൽ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ സ്വീകരിച്ചതായിട്ടുള്ള ഭഗവാനെ അങ്ങ് ബാക്കി എന്തൊക്കെയോ ഉണ്ടായിൽ, അതെല്ലാം ഉള്ളതായിട്ടുള്ള ഭഗവാനെ അങ്ങ് ജയിക്കുമാറാകട്ടെ. ഹര ഹര ജയ ജയ നമ നമ അത്രേ പറയാനുള്ളൂ. ഹര ജയ നമ. ഹര ഹര മഹാദേവ എന്നുള്ള അർത്ഥത്തിലല്ല. അങ്ങനെയാവാം, വിരോധമുണ്ടായിട്ടില്ല. ശിവനും വിഷ്ണു ഒന്നാ. അപ്പോൾ ഭഗവാൻ ജയിക്കുമാറാകട്ടെ ഇങ്ങനെ പറയാണ്. ഇങ്ങനെയുള്ള ആ ഭഗവാന്റെ രൂപത്തെ അവിടെ വിസ്തരിച്ച് പറഞ്ഞു. ഇപ്പം നമ്മൾ 1, 2, 3 ശ്ലോകങ്ങളാണ് 25ാമത്തെ ദശകത്തിൽ പറഞ്ഞത്. ഭഗവാന്റെ അവതാരവും രൂപവും ഇപ്പോൾ പറഞ്ഞു. ഇനി ബാക്കിയുള്ളത് ഇപ്പോൾ പറയാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.